വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ചിക്കൻ ബണ്ണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും അല്പം ഉപ്പും 1 ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്തിട്ട് ഞാനിവിടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ്. അതിലേക്ക് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം 1.5 കപ്പ് മൈദ കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു ചിക്കൻ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഗരം മസാല 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുക. നമുക്ക് വിനീഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഉപയോഗിക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമുക്കിതൊരു അല്പം ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളിക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യാം. എന്നിട്ട് മസാലയുടെ കുത്തുമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലും കൂടി ആഡ് ചെയ്താൽ നമ്മളുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസുകൾ ആഡ് ചെയ്യാനുണ്ട്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മയോണൈസും 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മയോണൈസും കെച്ചപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് അളവിൽ മാറ്റം വരുത്താം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡഫ് എടുത്തിട്ട് നമുക്കിത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ നടുക്കിൽ കുറച്ച് ചെഡാർ ചീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചിക്കൻ മസാല വെക്കുക. പിന്നെ അതിൻ്റെ മേലെ മൊസറല്ല ചീസും വെച്ചിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഫോൾഡ് ചെയ്യണമെന്ന് നമുക്കൊന്ന് കാണാം. ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയതിന് ശേഷം നമുക്ക് ചീസ് ഇല്ലാണ്ട് വെറുതെ ചിക്കൻ മസാല വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വെറും ചിക്കൻ മസാലയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. കത്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ടായാലും ചെയ്യാം, അല്ലെങ്കിൽ കത്തിയായിട്ടായാലും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ഷേപ്പിൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മേൽഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ അവസാനം വരെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം.
ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് നമ്മൾക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വെക്കണം. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മുട്ടയുടെ മഞ്ഞ നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ ഫസ്റ്റ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മൈദമാവും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് സാധാ കേക്കൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ നമ്മുടെ ബണ്ണ് വെച്ചതിന് ശേഷം ഞാനിവിടെ കറുത്ത എള്ളാണ് ഉപയോഗിച്ചുള്ളത്. കറുത്ത എള്ളില്ല വെച്ചാൽ നമുക്ക് കരിഞ്ചീരകം ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 45 മിനിറ്റ് എടുത്തു ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ അടിപൊളി ചിക്കൻ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ശരിക്കും ഒരു 45 മിനിറ്റ് എടുത്താൽ നമുക്ക് ഇത് അടിപൊളിയായിട്ട് കിട്ടും. ഉള്ളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസ് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു.